ഈ സമയത്തൊക്കെ ഇപ്പോൾ നാട്ടിൽ ഭയങ്കര ചൂടാണ്. അപ്പോൾ നമുക്ക് കേരളാങ്കൂടിലേക്കൊന്ന് പോയാലോ? അവിടുത്തെ അവസ്ഥ എന്താണെന്ന് പോയി നോക്കാം. അപ്പോൾ മുണ്ടും കാര്യങ്ങളും സോപ്പും കണക്കും ആണെങ്കിൽ ഇവിടുന്ന് വാങ്ങാം. ഒക്കെ ഇവിടെ സാധനം കിട്ടും. വീട്ടിൽ നിന്ന് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അതെല്ലാം ഞങ്ങൾക്ക് ക്യാഷ് കൊടുത്ത് വാങ്ങണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് കൊണ്ടുവരാം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് കേരളാങ്കൂടിലേക്ക് പോവുകയാണ്. നമ്മൾ ഒരു ഏകദേശം 1.5 കിലോമീറ്റർ കഴിഞ്ഞാൽ റോഡ് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ കുറച്ച് കണ്ടീഷനുള്ള വണ്ടി കൊണ്ടുവന്നാൽ വളരെ ഉപകാരമായിരിക്കും നിങ്ങൾക്ക്. 20 രൂപയാണ് ടിക്കറ്റ്, 20 രൂപ. അപ്പോൾ ഞങ്ങൾ വന്നിട്ടുള്ളത് ബൈക്കിനാണ്. ബൈക്കിന് ഇവിടെ 10 രൂപയാണ് പാർക്കിംഗ് ഫീ. പോരുന്ന വഴിക്ക് വെള്ളമൊന്നും വാങ്ങി വരണ്ട, കാരണം വെള്ളം കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടും. എന്നാൽ വഴി സമയം ഇപ്പോൾ 1:30 ആയി. പോരുന്ന സമയത്തൊക്കെ നല്ല ചൂടായിരുന്നു. ഈ ഒരു ഭാഗത്തെത്തിയപ്പോൾ ഒന്നിടത്ത് തണുത്തു. നമുക്കിപ്പോൾ അങ്ങോട്ടാണ് പോകേണ്ടത്. സംഭവത്തേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അവിടെ പോകാൻ പറ്റില്ല എന്നാണ്. ഒരു കയറും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അതിനങ്ങനെ പോയാൽ നമ്മളെ പിടിച്ച് ഫൈൻ ചുമത്തുക. കാരണം ഇതൊക്കെ എക്കോ ടൂറിസത്തിന്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ സമയത്ത്. തീർച്ചയായിട്ടും വന്നോളി ഈ സമയത്ത്. കാരണം വെള്ളമുണ്ട്. എന്താ കാഴ്ച നോക്കുന്നത്? താഴെ പിടിക്കൊന്നും അറിയില്ല കേട്ടോ. എന്തായാലും ഇതിലെ ചാടാണ്, ഡേഞ്ചറാണ്. ടയറ് കാണുന്നുണ്ട്. ഇതുവഴി ഇറങ്ങിയാലോ? എന്താണ് കാണുന്നില്ലടോ സുഹൃത്തുക്കളെ. ഈ ഒരു ടയറിൽ ഇറങ്ങി പരിചയമുള്ള ആളുകൾ മാത്രം വന്നാൽ മതി ഇങ്ങോട്ട്. കാരണം ഇവിടെ അങ്ങനെ ഒരു സംഗതികളൊക്കെ ഉണ്ട്. ഇതിന്റെ കുപ്പി വളരെ വിഷയമാണ്, ഇവിടെ ഡേഞ്ചറാണ്. അപ്പൊ അത് കൊണ്ടുവരരുത്. നിങ്ങൾ നേരെ കുടിച്ചാൽ അവിടെ നിക്ഷേപിക്കുക. അതിനെ അങ്ങനെ ഞങ്ങൾ വെള്ളത്തിലെത്തിയിരിക്കുകയാണ്. വ്യവസ്ഥ ഉണ്ട്. അപ്പൊ ഞങ്ങള് ഡേഞ്ചറായിട്ട് എന്തെങ്കിലും ചെയ്യോ, ഇതിന്റെ മേലെ ചാടുമോ എന്നൊക്കെ എഴുതിയിട്ട് ഞങ്ങളെ നോക്കി നിൽക്കുകയാണ്. കേട്ടും കേരളാങ്കൂടിലേക്ക് വെള്ളം ഉണ്ടാവില്ല എന്നൊക്കെ. അവിടെ നല്ല വെള്ളം ഒലിക്കുന്നുണ്ട്. കണ്ടില്ലേ? ആ കുഞ്ഞുമോനെ അപ്പൊ ഞങ്ങൾ ചാടാൻ വന്നിരിക്കുകയാണ്. രണ്ട് പേര് ഇതാ വരുന്നു. ഈ ഒരു ചൂടത്തിൽ തണുത്ത് ഇരിക്കാണ്. പല ഭാഗത്തുനിന്നും ആളുകളോട് വരുന്നുണ്ട്. അപ്പൊ മോഡലൊക്കെ ഉണ്ട്. ഇപ്പൊ ചെറിയ കുളിക്കാൻ പോകുന്നത് പരസ്യമാണ് കാണാൻ പോകുന്നത്. ആളുകളൊക്കെ വന്നിട്ടുണ്ട്. മലപ്പുറം ഭാഗത്തുനിന്നും തിരൂരങ്ങാടി ഭാഗത്തുനിന്നും കൊയിലാണ്ടി ഭാഗത്തുനിന്നൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ട് അല്ലേ? അങ്ങനെയുണ്ട് ഇവിടുത്തെ അനുഭവം. ഓ, ഞങ്ങളെ കുളിയും കഴിഞ്ഞു. സോപ്പും സാബൂനും എല്ലാം മാറാപ്പൊക്കെ എടുത്തു. ഇത്ര ഹെൽമെറ്റും കൊണ്ടൊക്കെ ഇതിൽ വരുന്നുണ്ട്. നിങ്ങൾ അവിടെ സ്ഥലം 1500 അടി ഫീറ്റിലാണ് ഈ ഒരു സംഭവം സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ മലപ്പുറം ജില്ലയിലെ കരുവാരക്കുണ്ട് പഞ്ചായത്തിലാണ് ഈ ഒരു കേരളാങ്കുണ്ടും സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങൾ കാഴ്ചകൾ കണ്ടിറങ്ങി തണുത്തുള്ളി വിറച്ച് പോവുകയാണ്. അപ്പം നിങ്ങളും വന്നോളി ഈ ഒരു സമയത്ത്. അപ്പം ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോകൾ ഞങ്ങളെ ചാനൽ വരുന്നതായിരിക്കും. ചായയും പഴംപൊരി.